പ്യുർ കാഞ്ചീപുരം നമുക്ക് ഹാൻഡ്ലൂമിൽ വന്നിരിക്കുന്ന ബ്രൈഡൽസിന് പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ആ ഒരു ഡാർക്ക് ഗ്രീനിൻ്റെ അകത്ത്, നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രീനിൻ്റെ അകത്ത് ഒരു ആൻറ്റി ഗോൾഡൻ സെറിയിൽ വന്നിട്ടുള്ള ഫുൾ വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഗോൾഡിനൊക്കെ ഒരു ഭയങ്കര ഹൈലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് നല്ല രസമുള്ള ഒരു ലുക്കാണ്. ഇച്ചിരി ഒരു ജോമെട്രിക് ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓക്കെ, എന്ത് ഭംഗിയായിട്ട് പല്ലുമൊക്കെ ഗ്രാൻഡായിട്ട് നിൽക്കും കേട്ടോ. അതിനകത്ത് ഗോൾഡ് മാത്രമാണ് അതിനകത്ത് ആക്ച്വലി ഏറ്റവും കൂടുതൽ എടുത്ത് നിൽക്കുന്നത്. ഡയമണ്ട് വീവിങ് ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് സിഗ്സാഗ് പാറ്റേണിൻ്റെ ഒരു കോമ്പിനേഷനും ചക്ര ഡിസൈനും ഒക്കെ വന്നിട്ട് നല്ല ട്രഡീഷണൽ കാഞ്ചീപുരം, ബ്രൈഡൽ കാഞ്ചീപുരത്തിനകത്ത് ഇപ്പോൾ എപ്പോഴും കാണുന്ന ഒരു പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡയമണ്ട് വീവിങ് ഡിസൈനാണ് ഫുൾ രണ്ട് ബോർഡറിലും എടുത്ത് നിൽക്കുന്ന ആ ഒരു പാറ്റേൺ. അപ്പോൾ ഇത് ഈ ഒരു ബ്രോഡറായിട്ട് വന്നിരിക്കുന്നത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോർഡറിൻ്റെ ഗോൾഡ് കുറച്ച് കൂടുതലായതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അത് ഇങ്ങനെ ബോൾഡായിട്ട് സ്റ്റാൻഡ് ചെയ്യും. ആൻഡ് നമ്മളത് ഡ്രേപ്പ് ചെയ്തിട്ട് തിൻ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് കൂടുതലും ഈ ഒരു പോർഷൻ മാത്രമായിരിക്കും നമുക്ക് ഇവിടെ ഉടുത്ത് വരുമ്പോഴത്തേക്ക് വരുന്നത്. അത് ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. ആൻഡ് ബോഡി ഫുള്ള് ഗ്രീൻ കുറച്ച് നന്നായിട്ട് അറിയാൻ പറ്റും. അതിനകത്തൊരു ജോമെട്രിക്കിനകത്ത് ചെറിയൊരു വേവി ഫീലും ഒക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വെർട്ടിക്കൽ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഉടുത്ത് നിൽക്കുമ്പോഴൊക്കെ ഹീൽസിൻ്റെ ആവശ്യം വരത്തില്ല. നമ്മളിപ്പോൾ ബ്രൈഡ് ആകുമ്പോഴത്തേക്ക് ഹീൽസ് അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. അപ്പം നമുക്ക് ഹീൽസ് ഇല്ലാതെയും ഭംഗിയായിട്ട് തന്നെ നിൽക്കാം. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഡയഗണൽ വീവിങ്, അത് കുറച്ചും കൂടി തിക്കറായിട്ട് നമുക്ക് ഫ്യൂ കൈൻഡ്സിൽ വരാറുണ്ട്. അത് ഇതിപ്പോൾ തിക്കർ ലൈൻ പാറ്റേൺസ്, നമ്മൾ ട്വില്ലിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ള ഒരു തിക്കർ ലൈൻ ഡിസൈനാണ് അവിടെ ഡയഗണൽ വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ളത്. സാരിയിൽ വന്നിരിക്കുന്ന അതേ ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് അതിൻ്റെ ബ്ലൗസിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ അകത്ത് ഗോൾഡാണ് ഏറ്റവും കൂടുതൽ വരിക. അപ്പോൾ നമ്മൾ ഗ്രീനിൻ്റെ ത്രെഡ് വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ ഈ ഒരു പോർഷനിൽ കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു ഹൈലൈറ്റ് അവിടെ കിട്ടും, അല്ലെങ്കിൽ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്കവിടെ അറിയാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെറൂൺ ഷെയ്ഡിലെ ത്രെഡ് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റോൺസിൻ്റെയോ ത്രെഡിൻ്റെയോ ഒക്കെ മെറൂൺ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് കൊടുക്കുമ്പോൾ അതിനൊരു ഭയങ്കര ഭംഗിയായിരിക്കും. അതൊരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. നമ്മളിങ്ങനെ സിംഗിൾ ഷെയ്ഡിൽ വരുമ്പോഴത്തേക്ക് കോൺട്രാസ്റ്റിൽ വരുന്ന, ഇല്ല നമ്മൾ റൂബിയുടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ജ്വല്ലറി ആണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതേപോലെ ആ ഒരു ടോണിൽ വന്നിരിക്കുന്ന ത്രെഡ് വർക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു ലുക്ക് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 16,899 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ്. BAS 101 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ സാരി. ആൻഡ് നമ്മളുടെ ലൂംസ് ഓഫ് ലക്ഷറി പേജിലും ഡെയിലി കളക്ഷൻ്റെ അകത്ത് നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ലൂംസ് ഓഫ് ലക്ഷറിയിലല്ല കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.